പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സെറ്റിൽമെൻറ്റിൽ തന്നെയാണ്. പൊത്തോടാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് കാൽനടയായിട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഊരിന് തൊട്ടടുത്തൊരു അടിപൊളി ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അണകാൽ എന്നാണ് കേട്ടോ ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ പേര്. ഒരു ട്രൈബൽ ഊര്. അപ്പം ഞാൻ ഈ ഒരു അണകാലിലെ യാത്രയുടെ വീഡിയോ ഞാൻ ചാനൽ തുടങ്ങി ഏകദേശം 2020 ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരൊന്നും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ 2020 അതുപോലെ 2024 ഇപ്പോൾ ഏകദേശം 4 വർഷത്തിലധികമായി. അപ്പോൾ ഈ ഒരു 4 വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു അണകാൽ ഊരിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഇന്നും ഈറ വീട്ടിലൊക്കെയാണ് അണകാൽ ഊരിലെ ഊര് നിവാസികൾ കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ എൻ്റെ ഊരിൽ നിന്നിട്ട് അണകാൽ ഊര് വരെ പോകുന്ന യാത്രയുടെ വീഡിയോയും എല്ലാം കൂടെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ അണകാൽ ഊരിലെ ഊര് നിവാസികളെടുത്ത് അണകാൽ ഊരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം. അവർക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാം കൂടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അണകാൽ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ദുർഘടം പിടിച്ചൊരു ഊര്, നമ്മുടെ കോട്ടൂർ ടൗണിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ ഒരു അണകാൽ ഊര് എന്ന് പറയുന്നത്. അപ്പോൾ അണകാൽ ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും സജിത് കോട്ടൂർ വ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാടും അതുപോലെ വനവും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫുഡ് വ്ലോഗുകളും നമ്മുടെ നാട്ടിലെ കാഴ്ചകളും എല്ലാം നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കളിലേക്ക് എൻ്റെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഈ ഒരു സ്ഥലം കണ്ട, വീട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ് അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഈ ഒരു സ്ഥലത്ത് തൊട്ട് താഴെ ഒരു ചെറിയൊരു പുഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു പുഴയിലൊന്നും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതാണ്ട് ഇവിടെയാണ്, ഇവിടെ കണ്ട, ഇപ്പോൾ അതെല്ലാം വറ്റിപ്പോയിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞൊരു ഓട പോലെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം യാത്രയുണ്ട് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തു നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം യാത്രയുണ്ട് അണകാൽ എന്ന് പറയുന്ന ട്രൈബൽ ഊരിലേക്ക്. അപ്പം ഈ ഒരു സ്ഥലത്ത് വരുമ്പം ഇവിടുത്തെ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടോ, കിളികളുടെ ഒച്ചയും. ഞാനൊന്ന് സൈലൻ്റായി നിന്ന് കാണിച്ചു തരാം കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ ഞാൻ പതിയെ അണകാലിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് കണ്ട, ഇത് KSEBിയുടെ പോസ്റ്റാണ് കേട്ടോ. ഇവിടെ മരത്തിലാണ് ഇങ്ങനെ വലിച്ചിരിക്കുന്നത്. അതൊക്കെ ചരിഞ്ഞൊക്കെ നിൽക്കുകയാണ്. ആനയും കാട്ടുപോത്തും അങ്ങനത്തെ മൃഗങ്ങളൊക്കെ എന്തൊക്കെ ചവിട്ടിയിട്ട് അതെല്ലാം ഇങ്ങനെ ചരിഞ്ഞ പോലെ നിൽക്കുകയാണ് കേട്ടോ. അണകാൽ ഊരിലുള്ള ആൾക്കാരെല്ലാം ഇതിലെ പണ്ട് ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴേ അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇപ്പം ഇതിലേ കൂടെ അങ്ങനെ നടക്കാറില്ല അണകാൽ ഊരിലുള്ളവർ. അപ്പോൾ ഇതിലേ ഇങ്ങനെ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ ഞങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആൾക്കാർ ഇതിലേ ഇങ്ങനെ വരാറുള്ളൂ അണകാൽ ഊരിലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയെല്ലാം വളരെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇവർ ചന്തയ്ക്ക് പോകാൻ വേണ്ടി പണ്ട് ലോഡും സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഒരു വഴിയിലൂടെയാണ് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ നടന്ന് അങ്ങനെ അതുവഴിയാണ് സാധനങ്ങളൊക്കെ എടുത്ത് കോട്ടൂരൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴങ്ങനെ ആരും അധികം ഇങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഭയങ്കര കാടാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം അണകാൽ വരെ പോകാൻ പറ്റും. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കാട്ടുപോത്തിൻ്റെ ശല്യമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നടന്ന് പതിയെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നുണ്ട്, ഈ കാണുന്നത് ഇതെല്ലാം കാട്ടിലാണെങ്കിൽ തന്നെ ഇതെല്ലാം ഇവിടുത്തെ കുരുമുളക് കൃഷിയാണ്. കുരുമുളക്, പിന്നെ താഴെ കണ്ട മഞ്ഞൾ. അപ്പം ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ ഉള്ളൂ. റബ്ബർ, വാഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ കണ്ടോ, നമ്മുടെ കാട്ടിലെ പുല്ലാണ് കേട്ടോ. ഇതിലാണ് കാട്ടു തീ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട, ഇവിടെയൊക്കെ ഭയങ്കര കല്ലുകൂട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇതാ കണ്ട, ഇവിടെ എല്ലാം ഭയങ്കര കല്ലുകൂട്ടമാണ്. മുമ്പ് അണകാലിലുള്ളൊരു ഈ ഒരു ഇതിലേ കൂടെയൊക്കെയാണ് 40-50 കിലോയുള്ള ലോഡുകളൊക്കെ എടുത്തുകൊണ്ട് പൊത്തോടെത്തി അതിലേ കൂടെ ജീപ്പിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അണകാലിൽ വേറൊരു റോഡ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ഗ്യാപ്പ് കണ്ട, ഇതിലേ കൂടെ കിടക്കുന്ന ഇത് വഴിയാണ് കേട്ടോ. ഇത് വഴിയെന്ന് ആരെങ്കിലും പറയുമ്പോൾ ഭയങ്കര ദുർഘടമായിട്ട് കിടക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇതിലേ കൂടെയൊക്കെ മുമ്പ് അണകാലുള്ളവർ വളരെ ബുദ്ധിമുട്ടിയാണ് ആഹാര സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും അതുപോലെ കോട്ടൂരിലേക്ക് എത്തുകയും ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ട എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളൊരു റോഡാണെന്ന്. അപ്പം ഞാൻ കുറച്ച് നടന്ന് ഇപ്പോൾ ഒരു നിരപ്പോലെയുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അപ്പം അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ ഒരു ഭാഗം കണ്ട് ഇവിടെയൊക്കെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ അറിയാം. അപ്പം ഈ ഒരു സ്ഥലത്തൊക്കെ പോത്തിൻ്റെ ശല്യം കൂടുതലാണ്. ഇപ്പം ഞാൻ ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്നാളൊരു ദിവസം ഇവിടെ വന്നപ്പം ഈ ഒരു ഭാഗത്തെല്ലാം കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പേടിച്ച് ഈ സ്ഥലത്തു നിന്നൊക്കെ ഓടിയാണ് രക്ഷപ്പെട്ടത്. അപ്പം അണകാലിലേക്ക് നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 100-150 മീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അണകാലിലേക്ക് എത്തും. എൻ്റെ സെറ്റിൽമെൻറ്റിൽ നിന്നും അണകാലിലേക്ക് നടക്കാൻ അധികം ദൂരമൊന്നുമില്ല. ഏകദേശം ഒരു
ഒന്നര കിലോമീറ്ററും വരാൻ സാധ്യത കുറവാണ്. ഒരു 10-15 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അണകാലിലേക്ക് എത്തും കേട്ടോ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ നമ്മുടെ കാട്ടുപോത്ത് തിന്നുന്ന പുല്ലാണ്. അപ്പോൾ ഇത് കാലിൽ കൂടിയ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിലേ കൂടെ വഴിയുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേ അങ്ങനെ ആരും ഇങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആരും അതിങ്ങനെ അധികം വെട്ടിയൊന്നും ഇടാറില്ല. പിന്നെ അങ്ങ് കണ്ടോ മലയൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ നാച്ചിയാർമോട്ട എന്ന് പറയുന്ന അതിൻ്റെ ഭാഗങ്ങളാണ് ആ വഴികളെല്ലാം. ഇതിലേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അണകാലി ഊരിലെത്താൻ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. പക്ഷേ റോഡിലൂടെ ഞാനിപ്പോൾ അണകാലി ഊരിലേക്ക് പോവുകയാണെങ്കിൽ നല്ല താമസം എടുക്കും. ഏകദേശം 2-2.5 കിലോമീറ്റർ മാറിയാണ് അണകാലിലെ റോഡ് കിടക്കുന്നത്. താഴെ ഭാഗത്ത് തെളിഞ്ഞ് കിടക്കുന്നതൊക്കെ കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഇതിലൂടെ അവരൊക്കെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട, ഇതും വഴിയാണ്. അപ്പോൾ ഇതാണ് മെയിൻ വഴി. ഇതിലേ ചെന്നാൽ ഇപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങും കേട്ടോ. ഊരിലെ ആളുകൾ ഉണ്ടെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇതായി കാണുന്ന കശുമാവൊക്കെ കണ്ട. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കൃഷികളാണ്. പ്രധാന കൃഷികളെന്ന് പറയുന്നത് കശുമാവാണ്. അപ്പം കശുമാവിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് അവിടെയെല്ലാം കാണുന്നുണ്ട് കശുമാവ്. അപ്പോൾ ഈ വഴി കുറച്ചും കൂടെ മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അണകാൽ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ നിന്ന് ഇപ്പോഴും കോട്ടൂരേക്ക് പോകുന്ന ആ ഒരു റോട്ടിലേക്ക് എത്തും കേട്ടോ. വഴിയിലൊക്കെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാണുന്നതെല്ലാം അണകാലിലെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെയാണ്. കശുമാവ്, അതുപോലെ മഞ്ഞൾ. അപ്പോൾ അത്തരത്തിലുള്ള കൃഷികളൊക്കെയാണ് അണകാല് ഊരിലും കൂടുതലുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെടി കണ്ട, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പതിമുഖമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ വെള്ളത്തിനൊക്കെ കളർ കിട്ടാൻ വേണ്ടി ഇടുന്ന പതിമുഖം ഉണ്ടല്ലോ, ആ സംഭവമാണത്. ഇതാണ് കളർ കിട്ടുന്ന സംഭവം. വെള്ളത്തിനൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിന് കളർ കിട്ടാൻ വേണ്ടി ഇടുന്ന പതിമുഖമാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇതാ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട, ഇവിടെയുണ്ട് ഒരു കുഞ്ഞ് പതിമുഖം. അപ്പം നമ്മൾ ഊരിലെ തുടക്കത്തിലെത്തിയിട്ടുണ്ട്. ഇതായി കാണുന്നുണ്ട്, ഇതെല്ലാം മഞ്ഞൾ കൃഷിയാണ്. നമുക്ക് പതിയെ ഇങ്ങനെ മുന്നിലോട്ട് നടന്നു നോക്കാം. അതുകൊണ്ട് അതിലെയാണ് നമ്മൾ വന്നത്. ഇതിലേ ഇറങ്ങി വന്നപ്പോൾ അണകാല് ഊരിലെ കോട്ടൂരിലേക്ക് പോകുന്ന റോഡാണ്. ഊരിൽ നിന്നും കോട്ടൂരിലേക്ക് പോകുന്ന റോഡാണ്. എന്ത് അടിപൊളിയാണെന്ന് നോക്കിയാണ് കണ്ട. ഇപ്പോൾ ഈ ഒരു മൺസൂൺ കാലാവസ്ഥയിൽ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഫുള്ള് സൈഡും പച്ചപ്പാണ്. അതുപോലെ തന്നെ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം അടിപൊളിയാണ് കാണാനായിട്ട്. നമുക്ക് പതിയെ അണകാല് ഊരിലേക്ക് തന്നെ നമുക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെയും അതുപോലെ വൈകിട്ടും അണകാല് ഊരിൽ വണ്ടിയുണ്ട് കേട്ടോ. അതായത് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഊരിൽ ജീപ്പ് സർവീസ് ഉണ്ട്. ഗോത്രസാരഥി വണ്ടി മുഖാന്തരം കുട്ടികളെ കോട്ടൂർ സ്കൂളിൽ എത്തിക്കുന്നത് രാവിലെ കൊണ്ടുപോകും. രാവിലെ ഒരു 9 മണിക്കകത്ത് വണ്ടി വരും. അതുപോലെ വൈകുന്നേരം ഒരു 4-5 മണിക്കകം തിരിച്ച് പിള്ളേരെയും കൊണ്ട് ഊരിൽ വണ്ടി എത്തും കേട്ടോ. അപ്പം റോഡ് ഈ ഒരു സ്ഥലം മാത്രമാണ് ഇത്ര അടിപൊളിയായിട്ട് കിടക്കുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് റോഡ് കിടക്കുന്നത്. അതുപോലെ ഊരിൽ നമുക്ക് എത്തിപ്പെടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ കശുമാവിൻ്റെ തോട്ടം. ഇതായി കിടക്കുന്നുണ്ട്. ഇതെല്ലാം കശുമാവിൻ്റെ കൃഷിയാണ്. ഇതിപ്പം വാർഷിക വരുമാനം മാത്രമായിട്ട് ഈ ഒരു കശുമാവ് കിട്ടുള്ളൂ. അതായത് ഒരു സീസൺ മാത്രമേ ഇതിൽ നിന്നുള്ളൊരു വിളവെടുക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാമല്ലോ, കശുമാവ് മാർച്ച് മാസത്തിൽ മാത്രമേ ഇതിൽ നിന്നുള്ള വിളവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. കണ്ടോ, കശുമാവാണ്. ഇവിടെ ഇത്രയും കുറച്ച് കശുമാവിൻ്റെ തോട്ടമുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഊരുണ്ട്. തൊട്ടടുത്ത് ഊരിലെ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഊരിലെ ചെറിയ റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. അണകാലിലെ ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. പുതിയതായിട്ട് കെട്ടിയ വീടാണ്. അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂച്ചയുടെ പേരെന്തോന്നു? ഇതൊരു നച്ചുവാ? അച്ചു. ആ ഒരു വീട്ടിലാണ് നമ്മൾ ഇത്രയും സമയം ഇരുന്നത്. ഇനി നമ്മൾ അണകാലിലെ മറ്റ് വീടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ആദ്യം നമ്മൾ അണകാലിലെ ഒരു വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തുള്ള വീടുകളിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു റബ്ബറിൻ്റെ കൃഷികളൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇവിടെ കൃഷിയെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കുരുമുളക് അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഊരിലെ മറ്റ് വീടുകളിലേക്കൊക്കെ പോകുന്ന കുഞ്ഞു കുഞ്ഞു വഴികളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് വരുമ്പം ഇവിടെയൊക്കെ പണ്ട് ആൾത്താമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ മാറി അപ്പുറത്തെ സൈഡിലൊക്കെ വീടൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതെല്ലാം കശുമാവാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ, കശുമാവാണ്. അപ്പോൾ ഇവിടെ എല്ലാം പുതുതായിട്ട് ചെയ്യുന്ന കുഞ്ഞു കൃഷികളാണ്. ഇതായി കാണുന്ന കവുങ്ങും അതുപോലെ മാവും അതുപോലെ കശുമാവും അങ്ങനത്തെ കൃഷിക്ക് വേണ്ടി കെട്ടിവെച്ചിരിക്കുന്നതാണ് കേട്ടോ, പന്നിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അണകാല് ഊരിലെ കൃഷികളൊക്കെയാണ് ഈ ഭാഗത്ത് എല്ലാം ഉള്ളത്. അവിടെ നിന്ന് കണ്ടോ മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു പാറ കൂട്ടമുണ്ട് കേട്ടോ. അവിടെ അടിപൊളിയാണ് അവിടെ കാണാനായിട്ട്. ഇപ്പോൾ മഞ്ഞയും മഴയായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത് അണകാല് ഊരിൽ കാണുന്നത് കവുങ്ങിൻ്റെ കൃഷിയും പിന്നെ റബ്ബറിൻ്റെ കൃഷിയും പിന്നെ അതിനിടയിലൂടെ അണകാല് ഊരിലെ അടിപൊളി കാഴ്ചകളും നടുക്കൂടെ ഒരു കുഞ്ഞു വഴിയും കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ട, ഇവിടെ ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന്
ഇവിടെ ഒരു അടിപൊളി പ്ലാവൊക്കെ നിൽക്കുന്നുണ്ട്. വലിയ പ്ലാവാണ് കേട്ടോ. അതുമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള മരങ്ങളാണ് ഇതാ ഈ കാണുന്ന ഈ മരങ്ങളെല്ലാം. ഞാനിതാ അണകാലിലെ മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ചെറിയ വഴിയേ ഉള്ളൂ. അതുപോലെ അക്കരെ 2 വീടുകളുണ്ട്. ഞാൻ അവിടെ കൂടെ പോയി എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം വലിയൊരു മഴ പെയ്തേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോട്ടിലൊക്കെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം മുകളിൽ 2 വീടുണ്ട്. ഇനി അങ്ങോട്ടും കൂടെ നമുക്കൊന്ന് പോകണം. അപ്പോൾ ഇതായി ഒരു വാഴപ്പണയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി ഇവിടെ ചെറിയൊരു കുളമുണ്ട് കേട്ടോ. അത് ഫോറസ്റ്റുകാർ ഇവർക്ക് വെള്ളത്തിന് വേണ്ടി അവർ ചെയ്തു കൊടുത്തതാണ് ഇതാ ഈ കാണുന്ന കുളം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും വെള്ളം ഫോറസ്റ്റുകാരാണ് കേട്ടോ എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അതാ ഈ തേരി കയറി കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടാണ് ഐസ്. അപ്പോൾ ഇതാണ് അണകാൽ ഊരിലെ ഒരു വീടെന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കാട്ടിലെ ഈറയൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ തറയൊക്കെ കണ്ട തറയൊക്കെ മണ്ണ് വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം കുറേ ദിവസം ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ വീരപ്പനെന്നും അതുപോലെ സന്തോഷം എന്നുമാണ് ഈ ചേട്ടൻ്റെ പേര്. അതായത് നമ്മുടെ കാണി ഭാഷയിൽ നമ്മൾ പേരിടാറുണ്ട്. അപ്പോൾ കാണി ഭാഷയിൽ ചേട്ടൻ്റെ പേരെന്തോന്നാണ്? കാണി സമുദായത്തിൻ്റെ സന്തോഷമാണ്. സന്തോഷ്. അതുപോലെ വീരപ്പൻ അല്ലേ? വീരപ്പൻ. മലയിൽ വിളിക്കുന്നത് വീരപ്പൻ എന്നാണ്. അതെൻ്റെ അച്ഛനമ്മയുടെ പേരാണ്. സ്കൂളിൽ പോയപ്പോൾ സ്കൂളിൽ ടീച്ചർമാർ സാറന്മാർ കേട്ട പേര് സന്തോഷ് എന്നാണ്. അപ്പം സന്തോഷ് ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പം സന്തോഷ് ചേട്ടന് സർക്കാരിൽ നിന്ന് വീട് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വീട് ആയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ അല്ല, അക്കരെ. ഇത് എൻ്റെ പെണ്ണിൻ്റെ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ആദ്യത്തെ വീടാണ്. മാമനെല്ലാം മരിച്ചതിന് ശേഷം ഞാനിപ്പോഴും അക്കരെയാണ്. പിന്നെ ഇടയ്ക്ക് ഈ മരമൊക്കെ വെട്ടിയിട്ട് സീറ്റൊക്കെ ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ നിർത്തി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് സീറ്റൊക്കെ ഇട്ട് ഉണക്കണല്ലേ? അപ്പം അണകാല് ഊരിലെ സന്തോഷ് ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു ഊരിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ ചേട്ടനൊക്കെ കോട്ടൂര് പോയാലല്ലേ ഇവിടെ അരിയായാലും എന്ത് സാധനങ്ങളായാലും ഈ ഒരു ഊരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ? അതെ അങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് പോവാറ് ഇവിടെ നിന്ന് കോട്ടൂരൊക്കെ? ഇവിടെ തന്നെ സ്കൂൾ വണ്ടിയുണ്ട്. അതിന് പിന്നെ പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ ചേട്ടനൊക്കെ ഒരു ബൈക്കുണ്ട്. ആ ബൈക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇന്നും എൻ്റെ അനിയനും ചേട്ടനുമായിട്ട് ആ ബൈക്കിൽ തന്നെയാണ് പോയതും. അത് അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെടുത്തിട്ട് പോകും. ആ ബൈക്ക് എടുത്തിട്ട് പോകും സാധനങ്ങളും. അല്ലാതെ ബസ്സോ അങ്ങനത്തെ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇവിടെ നിന്ന്? ബസ്സൊന്നുമില്ല, പിന്നെ ജീപ്പ് മാത്രം. ജീപ്പ്, ബൈക്കിലും തന്നെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. റോഡിലൊക്കെ ഒത്തിരി. ഇവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരും കോട്ടൂര്? ഇവിടുത്തെ ഒരു 14-15 കിലോമീറ്റർ വരും. അത്രയും വരും. അപ്പോഴേ ഈ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, വീട് പണി ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം വീട് പണി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ എത്തിക്കും ഇവിടെ? അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ അത് സാധനങ്ങൾ ഒരു കോട്ടൂരിൽ നിന്നൊക്കെ ആയപ്പോൾ ഇവിടെ ഒരു സാധനം കൊണ്ട് എത്തിക്കുമ്പോഴേ എത്ര രൂപയാവും? ഇപ്പോൾ ഒരു ലോറി കല്ല് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു എത്തുമ്പോഴുള്ള അതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ 6,000-7,000 രൂപ. ഒരു ലോഡ് കല്ലിന് 6,000 രൂപ. അത്ര ആവുമല്ലേ? അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു സന്തോഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കുഞ്ഞ് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഇവിടെയാണ് ചേട്ടൻ്റെ വീടും. പിന്നെ അത് അക്കരെ കണ്ട അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു വീട് വെച്ചിരിക്കണതേ അക്കരെ പുതിയ വീട് വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതായത് സർക്കാരിൽ നിന്നിട്ട് പുതിയ വീട്. അപ്പോൾ അത് ഇവിടെ വെക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് വണ്ടി ഇങ്ങോട്ടൊക്കെ എത്തിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. തന്നെ ഇത് ചതപ്പൊക്കെ ആയിട്ട്. അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി വരുന്ന സൗകര്യത്തിനനുസരിച്ച് വീട് വെച്ചത്. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചറ്റം വരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് തലയ്ക്ക് ചുമന്ന് വേണം ഇവിടെ കൊണ്ടുവരാൻ. ആ ഒരു സാഹചര്യം പോരാ. അതുകൊണ്ടാണ് അക്കരെ പെണ്ണിൻ്റെ വീടിൻ്റെ അവിടെ ആക്കിയത്. അപ്പോഴേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഊരിൽ ഈ വീട് വയ്ക്കാനായിട്ട് പാടാണ് കേട്ടോ. വീട് വയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു ഊരിലെന്ന് പറയുമ്പോൾ വണ്ടിയൊന്നും അങ്ങനെ എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വരുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടാണ് ഇവിടെയുള്ള ചേട്ടന്മാരായാലും ഇവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളായാലും ഇവരെല്ലാം വീടൊക്കെ വയ്ക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഊരിലെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു ഊരിലെ കാര്യങ്ങൾ ഞാനിവിടുത്തെ സന്തോഷ് എന്ന് പറയുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഊരിലെ പ്രശ്നങ്ങളെയും കാര്യങ്ങളൊക്കെ കുറിച്ച്. ചേട്ടാ, അപ്പോഴേ ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ എത്ര സ്കൂൾ കുട്ടികളുണ്ട് ഇവിടെ നിന്ന് കോട്ടൂര്? ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കുട്ടികളോളം. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് കോട്ടൂർ സ്കൂളിലേക്ക് പോണത്? അതും വളരെ ബുദ്ധിമുട്ടാണ്. റോഡിൻ്റെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്ന് രാവിലെ ജീപ്പ് വന്ന് പോയി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജീപ്പൊക്കെ അവർ ഇവിടെ ഇട്ടിട്ടാണ് പോണത്. അങ്ങനെയാണ്. അപ്പോഴേ അതല്ല, ഇപ്പം വഴിയൊക്കെ വളരെ മോശമാണ്. നമുക്കറിയാം അങ്ങോട്ട് പോണ വഴികളൊക്കെ കോൺക്രീറ്റ് ഇല്ല, ഓഫ് റോഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ജീപ്പൊക്കെ കയറാതെ പറഞ്ഞ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോവാറ്?
അങ്ങനെ വരുമ്പോൾ പകുതി വഴി നടന്നു പോയിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ചെറുമാകരം എന്ന് പറഞ്ഞ സെറ്റിൽമെന്റ് ഉണ്ട്. ആ സെറ്റിൽമെന്റിലാണ് അതും വരെ വണ്ടി വരുള്ളൂ. ഇവിടത്തു നിന്ന് നടത്തിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് വണ്ടി കയറ്റി വെക്കും. അപ്പോൾ അതുവരെയും വണ്ടി വരാത്തൊരു സാഹചര്യം ആണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതായത് സ്കൂൾ വണ്ടി വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അണകാലൂരിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വേറെ സൗകര്യങ്ങൾ ഒന്നുമില്ല അല്ലേ ഏട്ടാ? ഇല്ല. അപ്പോൾ നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെ പറമ്പിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. നമുക്ക് താണ്ട നിന്നാൽ തന്നെ ഇതിൽ തേങ്ങേനെ പിടിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഏട്ടാ? ഈ തെങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ തെങ്ങ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നട്ട് ഒരു 3 വർഷം ആയപ്പോൾ, കറക്റ്റ് 3 വർഷം ആയപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കാട് എടുത്തു കളഞ്ഞു. ഇതിൻ്റെ ഇനം ഇത് ഏതിനം തെങ്ങാണ്? ഇത് കപ്പത്തെങ്ങ് എന്ന് പറയും. കപ്പത്തെങ്ങാണ്. കണ്ട, ഇതാണ് കേട്ടോ കപ്പത്തെങ്ങ്. നമ്മളിങ്ങനെ നിന്നിട്ട് തന്നെ പറിക്കാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ. ഇത്ര പൊക്കേ ഉള്ളൂ സാധനം, പെട്ടെന്ന് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കൈയൊക്കെ തന്നെ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ തലപ്പം തന്നെ ഉണ്ട്. കൈ എത്തണ പൊക്കമുള്ളൂ. ഇതെന്തിന് അരയ്ക്കാനൊക്കെ എടുക്കാൻ കൊള്ളാവോ അതോ കരിക്ക്? അങ്ങനെ കരിക്ക് കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ നല്ലത്, അരയ്ക്കാനും കൊടുക്കാം. ഓ അങ്ങനെ. സന്തോഷ് ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ തോട്ടിന്റെ അക്കരയാണ് അല്ലെണ്ണ? അവിടെ പോവാം നമുക്കെങ്കിൽ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ചതപ്പ്. ഇവിടുത്തെ വിഷയം കൊണ്ടാണ് അങ്ങോട്ട് വണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് വണ്ടി കയറൂലല്ലേ? മുകളിലാണ് സന്തോഷ് ചേട്ടൻ്റെ വീട്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് വണ്ടി കയറത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഈ വണ്ടി വരുന്ന സ്ഥലത്തല്ലേ അക്കരോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോയാലോ നമുക്ക്? ഇപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വീട് വയ്ക്കണമെന്ന് പറഞ്ഞേ ചേട്ടാ. ഇപ്പം ഫസ്റ്റ് ഘട്ടം എത്ര രൂപയാണ് കിട്ടുന്നത് ഇത് കെട്ടാൻ വേണ്ടിയിട്ട്? ഇത് ഫസ്റ്റ് ഘട്ടം 90,000 രൂപയ്ക്ക് പേസ്മെന്റ് ഇട്ട് കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം? അടുത്ത ഘട്ടം ആയില്ല. അതിന്റെ ഈ കുറച്ച് പണിയായി പേസ്മെന്റ് കെട്ടിയിട്ടപ്പോൾ തന്നെ എലക്ഷൻ പ്രമാണിച്ച് പൈസ കിട്ടാൻ ഒത്തിരി വൈകി. ഇപ്പഴേ ആർക്കും ആയില്ല. മെയിൻ്റെനൻസ് മാത്രം കുറച്ച് പേർക്ക് ആയതേ ഉള്ളൂ. നമുക്ക് പേസ്മെന്റ് കെട്ടി തുടങ്ങിയവർക്ക് ആർക്കും രണ്ടാം ഘട്ടം പൈസ ആയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. പൈസയൊന്നും കറക്റ്റ് ആവുകയൊന്നുമില്ല. അപ്പോൾ എത്ര വർഷം, ഞാനൊരു 4 വർഷം മുമ്പ് ഇവിടെ വീഡിയോസ് എടുക്കാൻ വന്നതാണ്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവമെങ്കിലും ആയത് കേട്ടോ. ഞാൻ 4 വർഷം മുമ്പ് അണകാലിൽ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് അന്ന്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അണകാലിൽ മാറ്റം ഉണ്ടായത് അല്ലേ? മാറ്റമെന്ന് പറയുമ്പോൾ വീട് വെച്ചത് തന്നെ വലിയൊരു മാറ്റമാണ്. അത് ശരിയാണ്. ഈ ഒരു വീട് ഇത്രയെങ്കിലും എത്തിയത് തന്നെ വലിയൊരു മാറ്റമാണ്. മുകളിൽ ടവർ വന്നിട്ടുണ്ട്. ടവർ പുതിയതായിട്ട്. അപ്പം നെറ്റ്വർക്കിനൊക്കെ വേറെ വിഷയമൊന്നും ഇനി കാണൂല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗോകുലിൻ്റെയൊക്കെ വീട്. അത് ഈ അണ്ണൻ്റെ പെണ്ണിൻ്റെ വീടൊക്കെ അതാണ്. അപ്പം പുള്ളിക്ക് അങ്ങ് വണ്ടി എത്തിക്കേണ്ട സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി ഇവിടെ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേ കൂടെയാണ് ചെറിയൊരു റോഡ് കിടക്കുന്നത്. പിന്നെ ആ സൈഡിലൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പം വീരപ്പൻ ചേട്ടാ, അപ്പം ഞാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാണാം. പിന്നല്ല സെറ്റ്. ഓക്കെ, വീഡിയോ കാണണം. ഇവിടുത്തെ നമ്മുടെ പയ്യന്മാരെ വീടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇതാ അടുത്തൊരു വീട്ടിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട്. ഊരിലെ പ്രധാന കൃഷികളൊക്കെ എന്ന് പറയുന്നത് മഞ്ഞളും അതുപോലെ തേയിലയുണ്ട്, കശുമാവുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത്. ഗൈസ്, ഇത് അണകാലൂരിലെ അടിപൊളി ഒരു വീടാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൃഷി ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കാവൽ മാടം വെച്ചിട്ടുണ്ട്. ഇത് അണകാല് സെറ്റിൽമെൻറ്റിലെ ഒരു കാവൽ മാടമാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ പേര് കൊടമ്പ. ഇത് തെറ്റിയിട്ട് ചൂരിൽ കൊണ്ടിട്ട് അത് പിന്നെ പൊട്ടിയിട്ട് എല്ലാം പൂട്ടിയ ശേഷം അകത്തല്ലേ ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ? മീൻ കാരണം ഇതിനകത്ത് ഇവിടെ സെറ്റപ്പ് ഇല്ലേ? പിന്നെ അവിടെ കൂടി അഴിച്ച് തട്ടണം മീൻ കാണുമ്പോഴേ. അവിടെ തട്ടിയിട്ട് പിന്നെ ഇത് ഒത്തു ചേർക്കണമെന്ന് വെച്ചാൽ രണ്ടും കൂടെ തള്ളയും പിള്ളയുമായിട്ട് ഒത്തു ചേർക്കണം. അത് പൂട്ടിയിട്ട് ഇത് തള്ള, ഇത് പിള്ള, ഇത് പിള്ള, ഇത് പിള്ള, ഇത് തള്ള, രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കണം. അപ്പം ഇതിനകത്തൂടെയാണ് മീൻ കയറണത്. എന്നിട്ട് ഇതുവഴി വേണ്ട അഴിച്ച് മീനിനെ എടുക്കും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പം ഇവിടെയൊക്കെ ഭയങ്കര മൃഗശല്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് കൃഷി ചെയ്തിട്ട് ഇവിടെ കാവൽ കിടക്കുന്നത്. അപ്പം നമുക്കിവിടുത്തെ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് നോക്കാം. അല്ല, ഇതൊരു കാവൽ മാടമാണ് കേട്ടോ. ഇവിടെ ഒരു കാവൽ മാടമുണ്ട്. ഇവിടെ 2 അപ്പൂപ്പന്മാരാണുള്ളത്. അപ്പൂപ്പ എവിടെയാണ് അപ്പൂപ്പ രാത്രി ഒന്ന് കിടക്കാറ്? അപ്പുറത്തും ഈ കാവൽ മാടത്തിൽ.
അപ്പോൾ ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടോ? മൃഗമെന്ന് വെച്ചാൽ ഇവിടെ ആന വന്ന് ഇതുകൊണ്ട് വായനെല്ലാം തിന്നു. ഇവിടെയാ ഈ വായനൊക്കെ തിന്നു ആന തിന്നതാ? ആഹാ. അപ്പോൾ മരിച്ചിനി ഇതെല്ലാം ഒന്നും ചെയ്തില്ല, വാഴ എല്ലാം തിന്നു. അപ്പോൾ ഇതൊക്കെ ആളറിഞ്ഞ് അങ്ങനെ ഓടിച്ചില്ലേ ആന അങ്ങോട്ട് പോയി. പിന്നെ പന്നിയും ഈ പ്ലാവും കാട്ടുപോത്തും എല്ലാം മരിച്ചെല്ലാം തിന്നെയാണ്. അപ്പം കാവല് കിടന്നില്ലെങ്കിൽ പാട് തന്നെ അല്ലേ? പാട് തന്നെ. അതുകൊണ്ട് അവിടെ കിടക്കുന്ന മരിച്ചെല്ലാം പ്ലാവുകളെല്ലാം. അപ്പം ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടത്തെ കണ്ട, ഇവിടെയൊക്കെ കണ്ട ഇതെല്ലാം. ഈ വാഴയൊക്കെ ആന തന്നെയാണ്. ആന തിന്നതിന് ശേഷം മുളച്ചതാണ് ഇതെല്ലാം. ഇപ്പം കണ്ട. അതാ കണ്ട, ഇവിടെയൊക്കെ കണ്ട മൃഗങ്ങളൊക്കെ വന്നിട്ടുള്ള എൻ്റെ കാൽപ്പാടുകളൊക്കെയാണ്. ഇതൊക്കെ പ്ലാവാണല്ലേ? അങ്ങനെ. അപ്പോൾ അതാ കണ്ട, ഇത് കണ്ട, ഇത് ആനയുടെ കാൽപ്പാടാണ്. കണ്ട ഇതെല്ലാം ആനയുടെ കാൽപ്പാടാണ്. കണ്ട ഇതൊക്കെ വന്നിങ്ങനെ മേഞ്ഞിട്ടിക്കുന്നത് ഈ നമ്മുടെ മ്ലാവുണ്ടല്ലോ, മ്ലാവല്ലേ വന്ന് തിന്നിരിക്കുന്നത്. അപ്പം ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആനയും പന്നിയും അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെ ഒരുപാട് ഇവിടെ എല്ലാം ഉണ്ട്. ഭയങ്കര ശല്യമാണല്ലേ അപ്പൂപ്പ? അവിടെ കിടന്ന കുറേ ഇങ്ങനെ മരിച്ചിനിയൊക്കെ പന്നിയൊക്കെ വന്ന് തിന്നിട്ടുണ്ട്. പന്നിയും പ്ലാവും തിന്നിട്ടുണ്ട്. പിന്നെ അത് അവിടെയും ഒരു കുഞ്ഞ് ഷെഡുണ്ട്, അതും കാവലിരിക്കാനായിട്ടില്ലേ? ഇത് വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ ഒരു വിളക്ക് വയ്ക്കുന്ന ഒരു ചെറിയൊരു അമ്പലം പോലത്തെ ഇതാണ്. കണ്ട, ഇവിടെയാണ് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിളക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ കാവൽ മാടം അപ്പുറത്താണ്. ഇവിടെ 2 അപ്പൂപ്പന്മാരുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് കാവൽ കിടക്കുന്നത്. കാവൽ കിടന്നാലും വളരെ ബുദ്ധിമുട്ടിയാണ് കൃഷിയൊക്കെ ഇങ്ങനെ ആനയൊക്കെ ഒന്ന് എടുക്കുന്നത്. കാവൽ കിടന്നാലും ആനയൊക്കെ ഏറ്റവും കൂടുതൽ വരാറുണ്ട്. അപ്പം പിന്നെ പടക്കങ്ങളും അതുപോലെ ഇങ്ങനെ വിളിച്ചൊക്കെ ആണ് ആനേനെയൊക്കെ ഓട്ടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷിയിടങ്ങൾ. അപ്പോൾ ഇതാണ് കാവൽ മാടത്തിൻ്റെ അകത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈകുന്നേരം വന്നിട്ട് തീ കൂട്ടും അല്ലേ? അപ്പോൾ തീ ഒരു ഇതിന് വേണ്ടിയിട്ടാണല്ലേ കൂട്ടുന്നത്? അങ്ങനെയാണ്. അത് അവിടെ തീയൊക്കെ കൂട്ടിയിടും. പിന്നെ ഇവിടെയാണ് തറയിൽ തന്നെ ആയിട്ട് കിടക്കുന്നത്. ഏറ് മാടമല്ല, ഇത് തറയിലെ മാടമാണ്. ഇവിടെയാണ് ഈ അപ്പൂപ്പനൊക്കെ കിടക്കാറ്, ഇവിടെയാണ്. ഇവിടെ ഇരിക്കാം ഞാൻ. ഇയാളാണെങ്കിൽ ഇവിടെ കിടന്ന് കേട്ടം, അത് കരയാനായി നാമ്പിയാണ് കേട്ടോ. ബാഗിറിനതേ അറിയാവൂ, കരയിനൊന്നും രസമൊന്നും പുറത്തു പോവാ. ഞങ്ങൾ പറഞ്ഞ നാമ്പിന്ന് കേട്ടാ, അത്രേ കാക്കുള്ള എല്ലാ പൂജനെ പോലെ ഇങ്ങനെ ബാഗിറും കേട്ടാ, കരയിന പുറത്ത് രസമൊന്നും പോവാ. ഇതൊക്കെയാണ് അണകാൽ ഊരിലെ വീടുകൾ. അപ്പം ഇവിടെ കണ്ട പുതിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ കൊണ്ട് ബേസ്മെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ചെറിയതായിട്ട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ നമ്മൾ കുറേ അങ്ങ് മുകളിൽ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ കുറച്ച് വീടുകളുണ്ട്, അതുപോലെ കൃഷികളൊക്കെ ഉണ്ട്. നമ്മൾ കൃഷിയിടത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അണകാലുള്ളവരടുത്ത് നമ്മൾ ചോദിച്ചു. അതെല്ലാം നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മുകളിൽ കണ്ട മഞ്ഞൊക്കെ ഇങ്ങനെ വരെയാണ് കേട്ടോ. അവിടെ ഒരു അടിപൊളി ഒരു ഹിൽ ടോപ്പ് ഉണ്ട് കേട്ടോ മുകളിൽ, ചോർമാങ്കെട്ടെന്ന് പറയും, പൊത്തൂരുണ്ടവർ അങ്ങനെയൊക്കെ പറയുന്ന അടിപൊളി സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇതിലേ നടന്ന് കുറേ അങ്ങ് മുന്നിൽ പോകുമ്പോഴാണ് പണകാരി സെറ്റിൽമെൻറ്റിലേക്ക് ഒക്കെ ഉള്ള പുതിയ മൊബൈൽ ടവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. കാല് ഊരിലെ പ്രധാന ഒരു മാറ്റം എന്ന് പറയുന്നത് താണ്ട നമ്മൾ പറഞ്ഞില്ലേ മൊബൈൽ ടവർ, വലിയൊരു മൊബൈൽ ടവർ ഇപ്പം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് BSNLൻ്റെ ആണ്. അപ്പോൾ ഇവിടെ റേഞ്ചൊന്നുമില്ല. അപ്പോൾ ഇതവിടെ സോളാറൊക്കെ വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാ ഒരു പുതിയൊരു മൊബൈൽ ടവർ അങ്ങനെ നമ്മുടെ സെറ്റിൽമെൻറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരുടെ കമൻറ്റിനും വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. അപ്പം ഇവിടെയാണ് ഒരു മൊബൈൽ ടവർ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ 20 സോളാറ്, പിന്നെ നല്ല ഉയരമുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസം കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100 അടിക്ക് മുകളിലുണ്ട്. അപ്പം എങ്ങനെയായാലും അടിപൊളിയാണ് കേട്ടോ. പുതിയൊരു ടവറൊക്കെ കെട്ടി പണകാലുള്ളവർക്ക് ഇനി നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ മാറി കിട്ടും. പുതിയൊരു ടവർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇടിച്ച് നിരത്തി അത്യാവശ്യം കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ടവർ ഇങ്ങനെ നമുക്ക് കെട്ടി വെച്ചിരിക്കുന്നത്. സോളാറിൻ്റെ അടിയിലൊക്കെ കയറിയുന്ന നനയത്തൊന്നുമില്ല,
വലിയ സോളാറാണ് കേട്ടോ. ഏകദേശം 20 സോളാറുണ്ട് ഇതിൽ. ഈ ഒരു മരത്തിനിടയിൽ ഇതാങ്ങ് മുകളിൽ പൊങ്ങി കാണുന്നുണ്ട് അത് ഇവിടുത്തെ മൊബൈൽ ടവർ. അതാ ഇവിടെ തൊട്ടടുത്ത് മഞ്ഞൾ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ കുറച്ച് താഴെയാണ് ഇവിടുത്തെ റോഡ് കിടക്കുന്നത്. നമുക്ക് പതിയെ ഇനി അങ്ങോട്ട് ഇറങ്ങാം. കാണുന്നത് പോലെയല്ല കേട്ടോ, നല്ല ഉയരമുള്ളൊരു മൊബൈൽ ടവറാണ്. അതിപ്പോൾ BSNL ഇത് ചെയ്യുന്നത്, ഗവൺമെൻറ്റാണ്. BSNL 5G 4G ആണ് കേട്ടോ ചെയ്യുന്നത് ടവർ. അപ്പോൾ അത് അണകാലൂരിൽ ടവറൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ കൂടെയാണ് കേട്ടോ അണകാലൂരിലേക്കുള്ള റോഡ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ വന്നിറങ്ങിയതും ഈ ഒരു റോഡിൽ തന്നെയാണ്. ഇതായി കണ്ട, ഇതാണ് അണകാലൂരിലേക്കുള്ള റോഡ്. ഇതാ ഇവിടെ കണ്ടോ, കാട്ടുനെല്ലിയാണ് ഈ കാണുന്നുണ്ട്. ഇത് കാട്ടുനെല്ലിയാണ് ഈ കാണുന്നത്. അതും കാട്ടുനെല്ലിയാണ്. ഇവിടെ കണ്ട, ഇതാണ് അണകാലിലെ റോഡ്. എന്ത് മനോഹരമാണെന്ന് നോക്കിയാണ് ഈ പച്ചപ്പ്. എന്താ എന്ത് രസമാണെന്ന് നോക്കിയാണ്. കണ്ട, ഏത് ഭാഗം നോക്കിയാലും പച്ചപ്പാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ അണകാലൂരൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേനലടിക്കുന്ന സമയത്ത് ഇതെല്ലാം കാട്ടുതീ വന്നിട്ട് പോകും കേട്ടോ. ഇതെല്ലാം കാട്ടുതീയൊക്കെ വന്ന് ഇതെല്ലാം കത്തി കരിഞ്ഞ് കിടക്കും ഈ ഒരു സമയം. അപ്പോൾ മൺസൂൺ സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ അണകാല് സെറ്റിൽമെൻറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ മുന്നിൽ പോയി കഴിഞ്ഞാൽ അണകാലൂരിൽ ഒരു ജംഗ്ഷൻ എന്ന് പറയാം, ഒരു സ്ഥലത്ത് നമ്മളെത്തും. അടിപൊളിയായിട്ടൊരു സ്ഥലമാണത്, ആ താഴെ കാണുന്ന അവിടെ നിന്ന് കഴിഞ്ഞാൽ മഞ്ഞില്ലെങ്കിൽ നമുക്ക് നാച്ചിയാർ മൂട്ടയും അതുപോലെ അഗസ്ത്യാർ കൂടവും ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇടത്തെ സൈഡിലെല്ലാം കൃഷിയിടങ്ങളാണ്, താഴെ സൈഡിലും കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ഫോറസ്റ്റ് വനം വകുപ്പ് അളന്നു കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. മരങ്ങളൊന്നും അധികം മുറിക്കാതെ നല്ല രീതിക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേലിയുണ്ടെങ്കിൽ കൃഷി ചെയ്താൽ മാത്രമേ ഇവിടെയൊക്കെ കൃഷിയിൽ നിന്ന് വല്ലതൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. ഇതിവിടുത്തെ മെയിൻ റോഡാണ്. ഇവിടെ കൂടെ ഒരു കുഞ്ഞു വഴി കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ തൊണ്ടങ്കല്ല് എന്ന് പറയുന്നൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണ് തൊണ്ടങ്കല്ല്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ, ഈ കാണുന്ന മഞ്ഞ് കിടക്കുന്ന ഭാഗം കണ്ടോ, ഇത് നമ്മുടെ നാച്ചിയാർ മൂട്ടയും അതുപോലെ അഗസ്ത്യാർ കൂടമൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇപ്പോൾ നാച്ചിയാർ മൂട്ടയ്ക്ക് ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ മഞ്ഞടിച്ച് കിടക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നൊരു കുഞ്ഞു വഴിയുണ്ട്. ഇതിലേ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് പറയുന്നത് മീൻപട്ടക്കവ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. ഇവിടെ കൂടെ ഒരു കുഞ്ഞ് താര വഴിയുണ്ട്. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർത്ഥക്കര വെള്ളച്ചാട്ടം, അതുപോലെ നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം, നെയ്യാറിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം, അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഈ കാണുന്ന വഴിയിലൂടെ നമ്മളൊരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തൊണ്ടൻകല്ല് എന്ന് പറയുന്നൊരു ട്രൈബൽ ഊരിലേക്ക് എത്താൻ പറ്റും. ആ ഒരു വീഡിയോ കാണാത്തവർ എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, അത് പോയി കാണുക. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഇവിടുത്തെ കാട്ടിലെ വ്യത്യസ്തമായിട്ടുള്ള പൂവുകളാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കണ്ട് അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇതങ്ങ് ആ ഒരു മുകളിൽ നമ്മുടെ മൊബൈൽ ടവർ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് മുന്നിലോട്ട് പോയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നത് ചള എന്ന് പറയുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിലെ കായൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങോട്ട് കണ്ടോ, നല്ല അടിപൊളിയാണ്. അടുത്ത മഴ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നല്ല കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇതിലേ കൂടെയൊക്കെയുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചുള്ള യാത്രയാണ്. അപ്പം അങ്ങനെ അണകാലൂരിൽ നിന്ന് നമ്മൾ അണകാലൂരൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ തിരിച്ച് അണകാലൂരിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ അണകാലൂരിൽ കണ്ട ആദ്യത്തെ വീടെന്ന് പറയുന്നത്. ഏകദേശം കുറച്ച് മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇത് നമ്മുടെ പുതിയൊരു GoPro ആണ്. അപ്പം നമുക്കൊരു ചേട്ടൻ പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു GoPro. സെക്കൻഡ് ഹാൻഡ് പോയി എടുത്തതാണ്. അപ്പം അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ എത്രത്തോളം, എന്ത് രസമാണെന്ന് നോക്കിയാണ്. അപ്പം ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലതുപോലെ വീഡിയോസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുകയാണ്. ഏകദേശം കുറച്ച് മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കണ്ട ആദ്യത്തെ വീടാവും കേട്ടോ. ഇത് നമ്മൾ റോഡ് വഴിയാണ് ഇപ്പോൾ തിരിച്ച് കറങ്ങി വന്നത്. രാവിലെ കണ്ട വീട്ടിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ ഒരു വീടെന്ന് പറയുന്നത്. താഴെ തൊട്ട് താഴെയാണ് അവിടെ. ഇപ്പോൾ ഒരു ജീപ്പ് കിട്ടി. അപ്പോൾ ഞാൻ അതിലിറങ്ങി. രാവിലെ ഞാൻ ഇവിടെ നിന്നാണ് വന്നിറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഈ കാട്ടിലൂടെ കിടക്കണ ഈ വഴിയിലാണ് ഇനി ഞാൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അണകാലിലെ കാഴ്ചകളെല്ലാവരും കണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെ ഒരു ജീപ്പ് അങ്ങോട്ട് പോയി കേട്ടോ. ആ ജീപ്പിലാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അണകാല് ഊരിലെ ഈ ഒരു കാഴ്ചകൾ എല്ലാവരും കണ്ടു കാണും. ഞാൻ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് അണകാല് ഊരിലെ കാഴ്ചകൾ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. എന്നാൽ ഈ ഒരു വർഷം വന്നപ്പോൾ അണകാലിൽ പുതിയൊരു ടവർ വന്നു. പിന്നെ വീട് കിട്ടാത്തവർക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ചെറുതായിട്ടൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഈ പ്രാവശ്യം നല്ലതുപോലെ
GoProയിൽ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെയൊക്കെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ 15,000 ഫാമിലിയായി. ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ, വനത്തിലെ കാഴ്ചകൾ നമുക്ക് പറ്റുന്നതുപോലെ എടുക്കാൻ പറ്റുന്നതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അണകാലൂരിലെ കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ അണകാലൂരിലെ കാഴ്ചകളും എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ സജിത്ത്. എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ല വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം വീട്ടിൽ റേഞ്ച് ഇല്ല. അപ്പം കമൻറ്റുകളൊക്കെ ഇടുന്നവരുടെ അഭിപ്രായങ്ങൾക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരുടെ കമൻറ്റുകൾക്കും സമയം കണ്ടെത്തി ഞാൻ മലയ്ക്ക് മേളിലൊക്കെ പോയിരുന്നിട്ടാണ് നിങ്ങളുടെ കമൻറ്റുകൾക്ക്, എല്ലാവരുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ തരുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ടവറൊക്കെ ആയി വരുന്നുണ്ട്. ഏകദേശം ഒരു 1.5 മാസത്തിനകം ടവറുകളൊക്കെ ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്കിൽ എല്ലാവരുടെ കമൻറ്റുകൾക്കും വീട്ടിലൊക്കെ ഇരുന്ന് ലൈവൊക്കെ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈവ് ചെയ്യാത്തതിൻ്റെ കാരണം വീട്ടിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം സൈക്കോട്ട് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിലെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മളങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.